ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഉണർന്ന ഉടനെ തേങ്ങ കൊണ്ട് ചെയ്യേണ്ട ഒരു മഹാലക്ഷ്മിയുടെ വിദ്യയാണ് പറയുന്നത്. ഏകാക്ഷര വിദ്യ എന്ന് പറയും. ഇത് തേങ്ങ കൊണ്ട് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്തിട്ട് കർപ്പൂരം കൊണ്ടുള്ള ചെറിയൊരു മഹാലക്ഷ്മിയുടെ വിദ്യയും കൂടെ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളതിൻ്റെ അനുഭവം മനസ്സിലാക്കിയാൽ മതി. ചെയ്തവർക്കൊക്കെ വളരെ സാമ്പത്തികം വളരെയധികം ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികം നല്ല നിലയിൽ, ഒരു ഉയർന്ന നിലയിൽ തന്നെ ഉണ്ടായി വരും എന്ന് തന്നെയാണ് അനുഭവം. നിങ്ങൾ ചെയ്ത് നോക്കുക. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനല്ല, ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പം ചില തെറ്റുകുറ്റങ്ങൾ വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുന്ന് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് അവിടുത്തെ മാനേജ്മെൻറ്റ് പറയുകയാണെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയാൽ നിങ്ങൾക്ക് ലോണുണ്ട്, ചിട്ടിയുണ്ട്, അങ്ങനെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരൊരു നീക്കുപോക്ക് ചെയ്യും. ചിലപ്പോൾ അവരൊന്ന് ക്ഷമിക്കാൻ പറ്റിയ ഒരു കൃഷ്ണൻ്റെ വിദ്യ ഞാൻ പറഞ്ഞുതരാം. ചിലപ്പം ചിലർക്കെങ്കിലും ഉപകാരപ്പെടും. പെട്ടെന്നൊരു ജോലിയൊക്കെ പോയാൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു വിദ്യ പറഞ്ഞുതരാം. അതുപോലെ അത് പല രീതിയിൽ പ്രയോജനപ്പെടും. പിന്നെ ഈ ശാസ്ത്രത്തിലുള്ള ശിവൻ്റെയും കൃഷ്ണൻ്റെയും കൂടെ മന്ത്രം ചൊല്ലിയുള്ള ഒരു വിദ്യ, അത് നമ്മുടെ എല്ലാവിധ ഒരു ജീവിതത്തിലേക്ക് സാമ്പത്തിക ഐശ്വര്യങ്ങളും സർവ്വ തടസ്സങ്ങളെ മാറ്റുന്ന ഒരു ശാസ്ത്രവിദ്യ പറഞ്ഞുതരാം. പിന്നെ ഇപ്പം PSC അല്ലെ ഏതെങ്കിലും പരീക്ഷ ആയിക്കോട്ടെ, റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നവർക്ക് ഇപ്പം അവർക്ക് കിട്ടാനൊരു സാധ്യത ഉള്ളവർക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്നുവെങ്കിൽ മുരുകൻ്റെ ഒരു കാര്യം പറഞ്ഞു തരാം. ചിലർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പെടട്ടെ. ഇങ്ങനെ പ്രയോജനപ്പെട്ടവരുണ്ട്. ചെയ്തു നോക്കുക. എല്ലാവരും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും സമർപ്പണവും പോലെ ഇരിക്കും. ഞാനൊരു വഴി പറയുന്നതേ ഉള്ളൂ. പിന്നെ ഒരു 3-4-5 ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അവസാനം പറയുന്നുണ്ട്. അത് ഈശ്വരനെ അറിയാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. കാണുന്നവർ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കതിൻ്റെ പ്രയോജനം ഉണ്ടാകും. എനിക്ക് വേറൊന്നും പറയാനില്ല. അപ്പം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. വാട്സപ്പിൽ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ചെയ്യേണ്ട ഒരു വാട്സപ്പിൽ ഇടുക. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഇതൊക്കെയാണ് നോക്കുന്നത്. എല്ലാവരും ചെയ്യാൻ പറ്റത്തില്ല. പെൻഡിങ് വർക്കുകളൊക്കെ ഉണ്ട്, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് പേർക്ക് മാത്രം റിപ്ലൈ തരും. അത് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു തരും. പക്ഷേ അത് എപ്പം ചെയ്യും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് പല തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയാണ് സാഹചര്യം. അപ്പോൾ ഈ വാട്സപ്പിൽ ഇട്ടാൽ മതി. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരും, അത്രയേ ഉള്ളൂ. അപ്പം സാഹചര്യം പറഞ്ഞാൽ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഇതാണ് സാഹചര്യം. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. രാവിലെ ഉണർന്നെഴുന്നേറ്റ് നിങ്ങളുടെ വീടോ ഫ്ലാറ്റോ എവിടെ വേണേ ആയിക്കോട്ടെ, ഉണർന്നെഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ കിഴക്കോട്ടിരുന്ന് ഒരു തട്ടത്തിൽ ഒരു തേങ്ങ വെച്ച് ആ തേങ്ങയിൽ നിങ്ങളുടെ വലത് കൈയുടെ നടുവിരലും മോതിരവിരലും കൂടി ടച്ച് ചെയ്ത് ഈ മന്ത്രം നിങ്ങൾ ഒരു 3 തവണ എങ്കിലും ജപിക്കുക. അപ്പോൾ കൈയും കാലും മുഖം കഴുകിയിട്ട് വേണം ഇത് മന്ത്രം ചൊല്ലാൻ ഇരിക്കാൻ. കുളിച്ച് കഴിഞ്ഞാൽ പോലും കൈയും കാലും മുഖം ഒന്നുകൂടെ കഴുകണം. മന്ത്രം ഇതാണ്: ഓം ശ്രീം നമ. ശ്രീം എന്ന ഏകാക്ഷരി ആ ബീജമന്ത്രമാണ് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഓം ശ്രീം നമ. ഈ ശ്രീം എന്നുള്ളത് അല്പം നീട്ടണം. ഓം എന്നുള്ളത് മധ്യമത്തിൽ എടുത്താൽ മതി, നീട്ടണ്ട. ഓം എന്ന് വെച്ചാൽ ഒരുപാട് നീട്ടവും വേണ്ട, ഒരുപാട് കുറുക്കുകയും വേണ്ട. ഓം മധ്യമത്തിൽ. ഓം ശ്രീം നമ. ശ്രീം നീട്ടണം. നമ മനസ്സിലായല്ലോ, നമിക്കുന്നു. ഓം മഹാലക്ഷ്മിയെ നമിക്കുകയാണ്. ഓം ശ്രീം നമ. ഇത് ഇങ്ങനെ തേങ്ങയെ തൊട്ടുകൊണ്ട്, നടുവിരലും മോതിരവിരലും കൊണ്ട് തേങ്ങയെ തൊട്ടുകൊണ്ട് തേങ്ങയെ തൊട്ടുകൊണ്ട് ഒരു 3 തവണ ജപിക്കുക. ഇത് 41 ദിവസം അടുപ്പിച്ച് ചെയ്യുക. 41 ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക്, അപ്പോൾ ഈ 41 ദിവസം തേങ്ങ വീട്ടിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സൂക്ഷിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഷോക്കേസിലോ വിളക്ക് കത്തിക്കുന്നിടത്തോ നിങ്ങളുടെ സൗകര്യമുള്ള എവിടെ വേണമെങ്കിലും സൂക്ഷിച്ചോ, അതിനകത്തൊന്നും കുഴപ്പമില്ല. ഇനി ഇത് ആരും കാണുന്നിടത്ത് കഴിവതും വെക്കരുത്. കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കുക എന്നെ എവിടെ വെച്ചേക്കുന്നത്, അത് ശരിയാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആരും കാണാത്ത രീതിയിൽ എവിടെ വേണമെങ്കിലും വയ്ക്കാമല്ലോ, അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് 41 ദിവസം അടുപ്പിച്ച് ചെയ്യുക. അതിനുശേഷം ഈ തേങ്ങ ഒഴുക്കുവെള്ളത്തിൽ കൊണ്ട് കളയണം. പിന്നെ നിങ്ങൾ 1 മാസം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ആവർത്തിക്കുക. അപ്പോൾ ഈ 1 മാസം ഒരു ഗ്യാപ്പ് ഇടണം. പിന്നെ 40 ദിവസം ഇങ്ങനെ ചെയ്യുക. പിന്നെ 1 മാസം കഴിഞ്ഞ് വീണ്ടും 40 ദിവസം ഇങ്ങനെ ചെയ്യുക. ഇത് മഹാലക്ഷ്മിയുടെ വാസം വീട്ടിലുണ്ടാകുന്ന ഒരു രഹസ്യ വിദ്യയാണ്. ഈ ഏകാക്ഷരി
മന്ത്രജപവും ഈ തേങ്ങയും വെച്ച്. അതൊരു അത്ഭുതകരമായൊരു വിദ്യയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞു, ഈ പറയുന്ന ഒരു രഹസ്യവിദ്യ എന്നും ചെയ്യണം. ഇതെന്നും ചെയ്യേണ്ടതാണ്. ഇത് 41 ദിവസമൊന്നും കണക്കൊന്നുമില്ല, എന്നും ചെയ്യണം. അതായത് ഒരു തട്ടത്തിൽ അല്പം കർപ്പൂരം എടുക്കുക. ഒരു കർപ്പൂരം ആണെങ്കിലും മതി, ഒരു തട്ടത്തിൽ സാധാ കർപ്പൂരം ആണെങ്കിലും മതി. ആ കർപ്പൂരം കത്തിച്ച് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ഒരു തട്ടത്തെ വെക്കണം. കർപ്പൂരം കത്തിച്ച് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങൾക്ക് വലത്തോട്ട് ഒഴിയണം. മനസ്സിലായോ? നിങ്ങളുടെ വലത്തോട്ട് ഒഴിയുക. ഓം ശ്രീം നമ എന്ന് 3 തവണ ജപിച്ചു. ഇതൊരു അത്ഭുതകരമായ രഹസ്യകരമായ ഒരു വിദ്യയാണ്. നിങ്ങൾക്കാണ് ഒഴിയുന്നത്, നിങ്ങളുടെ വലത്തോട്ട്. ആ കർപ്പൂരം മുന്നിൽ വെച്ച് ഇപ്പം ഞാനിവിടെ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വലത്തും ഇടത്തുമൊക്കെ ആയിട്ട് മാറിത്തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാത്. നിങ്ങളുടെ വലത്തോട്ട് കേട്ടോ ഒഴിയുക. നിങ്ങൾ കിഴക്കോട്ട് നിന്ന് നിങ്ങളുടെ വലത്തോട്ട് ഈ കർപ്പൂരം നിങ്ങൾ സ്വയം തട്ടത്തിൽ വെച്ച് ഒഴിയുക. ഓം ശ്രീം നമ ജപിച്ചുകൊണ്ട് ഇതുകൂടി ചെയ്യുക. ഇതെന്നും ചെയ്യണം. ഇതിന് 41 ദിവസമൊന്നും കണക്കില്ല. ഇതെന്നും ചെയ്യുക. രാവിലെ ചെയ്യുക, സന്ധ്യയ്ക്കും ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. മഹാലക്ഷ്മി ആ ചെയ്യുന്ന വ്യക്തിയിലും അയാൾ വസിക്കുന്നിടത്തും മഹാലക്ഷ്മി എന്നും വസിക്കും. എന്നോന്ന് പറഞ്ഞാൽ അയാളെ വിട്ടു പോവുകയില്ല. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വലിയ രീതിയിൽ സാമ്പത്തികം നൽകും. ഒരു ബിസിനസ്സുകാരായിക്കോട്ടെ, തൊഴിൽ ചെയ്യുന്നവരായിക്കോട്ടെ, കടബാധ്യത ഉള്ളവരായിക്കോട്ടെ, കടം കൊണ്ട് പൊറുതി മുട്ടിയവരായിക്കോട്ടെ, പക്ഷേ ഇത് വിശ്വാസത്തോടെ ചെയ്യണം. എന്നാലേ ബലമുണ്ടാകും. സംശയമിടണം. മഹാലക്ഷ്മിയിൽ പൂർണ്ണമായും മനസ്സ് ചെല്ലണം. അപ്പോഴാണ് നിങ്ങൾക്കത് ബലമുണ്ടാകും. ഇതോടൊപ്പം സാധിക്കുമെങ്കിൽ നിങ്ങൾ ശനിയാഴ്ചകളിൽ ശിവന് ഒരു നെയ്വിളക്ക് കൂവളത്തിൽ കൊണ്ട് അർച്ചന, ഒരു പിൻവിളക്ക്, 10 രൂപയുടെ എള്ളെണ്ണ, ഇതും കൂടി ശനിയാഴ്ച രാവിലെ ശിവന് ചെയ്യണം, ആവർത്തിക്കണം. ശിവനും മഹാലക്ഷ്മിയുമായിട്ട് ചില ഒരു കാര്യങ്ങളുണ്ട്. കാരണം ശിവഭഗവാന്റെ കൂടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ മഹാലക്ഷ്മി വളരെ വലിയ രീതിയിൽ സാമ്പത്തികവും ഐശ്വര്യവും ഒക്കെ നൽകും. അപ്പോൾ അതും കൂടി ആവർത്തിച്ച് കൊള്ളണം ശനിയാഴ്ച രാവിലെ. ഇതെല്ലാം നിങ്ങളുടെ സാമ്പത്തികം പറഞ്ഞ് ചെയ്യുക. ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ഇത് ചെയ്യുമ്പോഴാണെങ്കിലും മഹാലക്ഷ്മിയോട് എനിക്ക് സാമ്പത്തികം നൽകണേ അമ്മേ, എനിക്ക് അമ്മയുടെ മഹത്തായ ഐശ്വര്യം, സമ്പൽ സമൃദ്ധി ഐശ്വര്യം. മഹാലക്ഷ്മിയുടെ ഐശ്വര്യത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികം നൽകിക്കഴിഞ്ഞാൽ ആ സാമ്പത്തികം അനുഭവിക്കാനും യോഗം നൽകുമെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് പൈസ ഉണ്ടായി, ചിലർക്ക് ആ പൈസ അനുഭവിക്കാൻ യോഗം കാണത്തില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതുകൊണ്ട് കാര്യമില്ല. മഹാലക്ഷ്മി തരുന്ന ധനം, ആ അനുഗ്രഹമായിട്ട് തരുന്ന ധനം നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമുണ്ടാകും. അവിടെയാണ് അതിൻ്റെ കളി കിടക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള വിദ്യ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ചെയ്യുന്നവർ ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, വൃത്തിയായിട്ട് ചെയ്യുക, ഭംഗിയായിട്ട് ചെയ്യുക, നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ചുമ്മാ പേരിന് വേണ്ടി ചെയ്യരുത്. ഞാൻ പറഞ്ഞു എന്ന് കരുതി അത് ശരിയായിട്ട് ചെയ്താലേ ബലം കിട്ടത്തുള്ളൂ. അല്ലാതെ നിങ്ങളുടെ മനസ്സ് മഹാലക്ഷ്മി ചെല്ലണം. അല്ലാതെ ഞാനെന്നല്ല ആര് പറഞ്ഞാലും ഒരു രക്ഷയില്ല. ആദ്യം അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടി, അവനവന് വേണ്ടി പൂർണ്ണമായിട്ടും ഒരു ഡെഡിക്കേഷനോടുകൂടി, സമർപ്പണത്തോടുകൂടി മഹാലക്ഷ്മി പൂർണ്ണമായും മനസ്സ് ചെന്ന് ചെയ്തവരൊക്കെ അതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട്. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, അനുഭവിച്ചറിയുക. ഇനി നിങ്ങളൊരിടത്ത് ജോലി ചെയ്യുകയാണ്. ജോലി ചെയ്യുമ്പം നിങ്ങളെ പെട്ടെന്ന് നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിക്കുക. മനുഷ്യനല്ലേ, ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റും. ഒരു മിസ്റ്റേക്ക് പറ്റി നിങ്ങളോട് അവിടെ നിന്ന് പൊക്കോളാൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിയിൽ നിന്ന് മാറിയപ്പോൾ പെട്ടെന്നൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ അടയ്ക്കുന്ന ലോണുകളുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ ഒരു വിദ്യ ഞാൻ പറഞ്ഞുതരാം. ഇതെനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം എനിക്ക് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും വീഡിയോ ചെയ്യാം. പക്ഷേ ഓരോരുത്തർക്കും പ്രയോജനം ഉണ്ടാകണമെന്നൊരു പ്രാർത്ഥനയിലാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഞാൻ പറയുന്ന വിശ്വാസത്തോടെ ചെയ്യുക. ഫലം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേർക്ക് പ്രയോജനം ഉണ്ടായിട്ടുള്ള കൃത്യമായ ഫലം വിശ്വാസത്തോടെ ചെയ്ത. ഈ ഇടത്ത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച്, കണ്ണ് തുറന്ന് മനസ്സിൽ ശ്രദ്ധിച്ച്. അപ്പോൾ നിങ്ങൾ ശ്വാസം എടുക്കുകയും പിടിക്കുകയൊക്കെ സാധാരണ രീതിയിൽ ചെയ്യുക. അത് എടുക്കാനോ പിടിക്കാനോ ഒന്നും പോകേണ്ട, സാധാരണ രീതിയിൽ എടുക്കുകയും പിടിക്കുകയും ചെയ്യാം. ഈ ഇടത്ത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ ജസ്റ്റ് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിൽ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ എന്ന്, ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ എന്ന് മനസ്സിൽ 3 തവണ ജപിക്കുക. ജപിച്ചിട്ട് സന്തോഷത്തോടെ നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുക. ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും. അത് നിങ്ങളുടെ തെറ്റുകൾ ചിലപ്പോൾ ക്ഷമിക്കും. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്താം. ഇത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പം ഭാര്യ നിങ്ങളോട് പിണക്കമാണ്, അല്ലെങ്കിൽ ഭാര്യയെ അനുനയിപ്പിക്കാൻ പ്രയോജനപ്പെടുത്താം, ഭർത്താവിനെ അനുനയിപ്പിക്കാൻ ഭാര്യയ്ക്ക് പ്രയോജനപ്പെടുത്താം. അപ്പം മക്കൾ നിങ്ങളോട് വളരെ ദേഷ്യത്തിലാണ്, മക്കളെ അനുനയിപ്പിക്കാൻ പ്രയോജനപ്പെടുത്താം.
നല്ല കാര്യത്തിന് എവിടെ വേണമെങ്കിലും പ്രയോജനപ്പെടുത്താം. ഇത് എനിക്ക് വേണ്ടിയല്ല പറയുന്നത്, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അതൊക്കെ പ്രയോജനം ഉണ്ടാകുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെന്ന് നിർബന്ധമില്ലല്ലോ, അല്ലാതെ വീഡിയോ ചെയ്യാമല്ലോ. പക്ഷെ നമുക്കൊരു സന്തോഷമാണ്, അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. പിന്നെ ഈ PSC റാങ്ക് ലിസ്റ്റിലൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റ് ആയിക്കോട്ടെ, ജോലിക്ക് ഒരല്പം തടസ്സപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റിലുണ്ട്, എന്നാൽ ജോലി കിട്ടേണ്ടതാണ്, എന്നാൽ കിട്ടുന്നില്ല. അങ്ങനെ ഒരു കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ചെറിയ ഭാഗ്യ തടസ്സമെന്ന് പറഞ്ഞ പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച മുരുകന് ത്രിമധുരം ചെയ്യുക, നല്ലതാണ്. ഇനിയിപ്പം നമുക്കൊരു വളരെ അത്യാവശ്യമാണെങ്കിൽ ചൊവ്വാഴ്ച മുതൽ അടുപ്പിച്ചൊരു 11 ദിവസം അല്ലെങ്കിൽ 18 ദിവസം ത്രിമധുരം മുരുകന് ചെയ്യുക, അല്ലെങ്കിൽ ചൊവ്വാഴ്ചകളിൽ ത്രിമധുരം മുരുകന് ചെയ്യുക. നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാൻ സഹായിക്കും. നിവൃത്തി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ, അപ്പം അതൊരു നല്ല കാര്യമാണ് ചെയ്തു. പക്ഷെ ഭഗവാനെ വിശ്വസിക്കണം കേട്ടോ. ചെയ്തു കഴിഞ്ഞും പിന്നെയും കിട്ടുമോ നടക്കുമോ എന്നൊക്കെ സംശയിച്ച് എന്ത് ചെയ്താലും ഫലം ഉണ്ടാകത്തില്ല. അത് ഞാൻ എപ്പോഴും പറയുന്നു. ഇനി കടബാധ്യതകളൊക്കെ ഉള്ളവർക്കും നല്ല ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ ശിവായ നമാന്ന് ജപിക്കുക. ശ്വാസം വിടുമ്പം ഓം കൃഷ്ണായ നമാന്ന് ജപിക്കുക. എടുക്കുമ്പോൾ ശിവായ നമ, വിടുമ്പം ഓം കൃഷ്ണായ നമ. ഇത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ 1/2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക. ഒരു ജീവിതത്തിലെ ഒരു മാർഗം ഭഗവാൻ കാണിച്ചു തരും. ഈ ശിവമന്ത്രവും കൃഷ്ണമന്ത്രവും, ഭഗവാൻ ശിവനും കൃഷ്ണനും നിങ്ങൾക്ക് ഒരു മാർഗം കാണിച്ചു തരും. ഇതോടൊപ്പം നിങ്ങൾ ഭക്തിയോടെ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ഒരു നെയ്വിളക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കുകയോടെ ചെയ്യുക. അത് ആവർത്തിക്കുക. എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾക്ക് തരും സാമ്പത്തികമായിട്ടൊക്കെ രക്ഷപ്പെടാൻ. അപ്പോൾ അത് തരുന്ന പ്രയോജനപ്പെടുത്തണം. നമ്മൾ ഈശ്വരനൊരു വഴിയെ കാണിച്ചു തരത്തുള്ളൂ. ഇപ്പം ഈശ്വരൻ എല്ലാ പക്ഷികൾക്കും ആഹാരം കൊടുക്കാറുണ്ട്, പക്ഷെ കൂട്ടിക്കുഴച്ച് കൊണ്ട് കൊടുക്കാറില്ല. കണ്ടെത്താനുള്ള ബുദ്ധിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു രക്ഷപ്പെടാനുള്ളൊരു ബുദ്ധി, അല്ലെങ്കിൽ ഒരു വരുമാനത്തിനുള്ളൊരു ബുദ്ധി ഈശ്വരൻ കാണിച്ചു തരും. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ കഴിവാണ്. അത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പം തന്നെയാണ്. ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു വിദ്യ നല്ലതാണത്. അപ്പോൾ നിങ്ങളത് ആവശ്യം പോലെ പ്രയോജനപ്പെടുത്തുക. ഇനിയും ഞാൻ ഒരു 3-4 രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈശ്വരനെ അറിയാൻ പറ്റും. ഒന്ന്, നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരംശം നിങ്ങൾ ദാനം ചെയ്യണം. അപ്പം അവിടെയാണ് ഒരു കളി കിടക്കുന്നത്. എല്ലാവരും വിചാരിക്കുക എനിക്ക് കാശുണ്ടായിട്ട് അതിൻ്റെ ഒരു അംശം ദാനം ചെയ്യാം, അല്ലെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അങ്ങനല്ല. ഇല്ലായ്മക്കാരനും അവൻ്റെ ഒരു അംശം ദാനം ചെയ്യണം. ഇത് കാശുണ്ടായിട്ട് ദാനം ചെയ്യുന്നത് അല്ല ദാനം. നിങ്ങൾ ഏതൊരവസ്ഥയിലാണേലും, നിങ്ങൾ ആ അവസ്ഥയിൽ കാശില്ല, ഒരു ദാരിദ്ര്യമാണെങ്കിൽ പോലും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ചെറിയ ദാനം ചെയ്യാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് ഈശ്വരൻ നിങ്ങളിൽ പ്രസാദിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലാകുന്നു. 1. 2, ഏത് കാര്യം നമ്മൾ ചിലപ്പം പല കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. സ്വന്തം കഴിവുകൊണ്ടാണ് ഒരിക്കലും ചിന്തിക്കരുത്. ഈശ്വരൻ്റെ കഴിവുകൊണ്ടാണ് ചിന്തിക്കണം. അത് നിങ്ങളെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം വരുത്തും. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അതെന്താ അങ്ങനെ ഈശ്വരൻ്റെ കഴിവാണെന്ന് ചിന്തിച്ചാൽ ഇത്ര മാറ്റം വരുന്നത് പറഞ്ഞുതരാം. വലിയ മാറ്റം വരും. നമ്മളൊരു കാര്യം ചെയ്തു, നമ്മൾ ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ടും എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി, എൻ്റെ അറിവ് ഞാൻ ആ സമയത്തിനത് ചെയ്തുകൊണ്ടാണ്. ആ ചിന്ത അങ്ങ് മാറ്റിയിട്ട് ഇത് ഈശ്വരൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ നേടിയെന്ന് വിചാരിക്കുക. അപ്പം ഈശ്വരൻ്റെ കഴിവുകൊണ്ടാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പ്രപഞ്ചബോധവുമായി കണക്റ്റ് ആവും. പ്രപഞ്ചബോധവുമായി കണക്റ്റ് ആവുമ്പോൾ നിങ്ങളുടെ ഈച്ച് ആൻഡ് എവരിത്തിങ്ങിനും, എല്ലാ കാര്യത്തിനും സൊല്യൂഷൻ ആ പ്രപഞ്ചബോധം നൽകിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇപ്പം ഒരു കടബാധ്യത ഉണ്ടായെങ്കിൽ പോലും അത് പെട്ടെന്ന് മാറാനുള്ള ഒരു മാർഗം പ്രപഞ്ചബോധം നൽകും. പറഞ്ഞ് മനസ്സിലായോ? എൻ്റെ കഴിവുകൊണ്ടാണ് സ്വയം ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് കടബാധ്യത ഉണ്ടായിക്കഴിയുമ്പോൾ അയാളുടെ ഉള്ളിൽ എപ്പോഴും അത് എൻ്റെ തന്നെ കഴിവുകൾ കൊണ്ടാണ്, അത് എനിക്ക് തന്നെ അത് വീട്ടാൻ പറ്റത്തില്ല എന്നൊരു ഉറച്ച ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പാടാണ് അതിൽ നിന്ന് കരക്കയറി വരാൻ. അപ്പോൾ അത് ഈശ്വരനെ സമർപ്പിച്ച് ചെയ്താൽ, അപ്പോൾ ആ ഒരു കടബാധ്യത ഉണ്ടായാൽ പോലും പ്രപഞ്ചബോധം നിങ്ങൾക്കൊരു മാർഗം കാണിച്ചു തരും. അതിൻ്റെ രഹസ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ കഴിവാണെന്ന് വിചാരിക്കുമ്പോൾ നമുക്കൊരു പ്രതിസന്ധി വന്നാലും ചിലപ്പോൾ നമ്മളെക്കൊണ്ട് അത് സർവൈവ് ചെയ്യാൻ തടസ്സമുണ്ടാകും, നമ്മുടെ മൈൻഡ് ബ്ലോക്ക്. എന്നാൽ നമ്മുടെ കഴിവുകളും അല്ല ഈശ്വരനെ സമർപ്പിച്ചാണെങ്കിൽ നമുക്കൊരു പ്രശ്നം വന്നാൽ പോലും നമുക്ക്
ഈ ഈശ്വരബോധവുമായി ലയിച്ചിരിക്കുമ്പോൾ പ്രപഞ്ചബോധം നമുക്കൊരു വഴി കാണിച്ചു തരും, നമ്മളെ നയിക്കും, നമ്മളതിൽ നിന്ന് സർവൈവ് ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു നോക്കിക്കൂ, കൃത്യം ഫലം കിട്ടുന്ന കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടും പറയുന്നത്. ഇതിൽ കൂടുതൽ അത് വ്യക്തമാക്കാൻ പറ്റത്തില്ല. ഞാനെന്ന ഭാവം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈശ്വരൻ നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും കടബാധ്യത ഉണ്ടായാലും ആ ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും. ഞാനെന്നുള്ള അഹങ്കാരമാണ് മുന്നോട്ട് നിൽക്കുന്നതെങ്കിൽ ആ എനിക്ക് പലപ്പോഴും പല വഴികളും തടസ്സപ്പെട്ട് നിൽക്കുക തന്നെ ചെയ്യും. വളരെ വ്യക്തമാണ് കേട്ടോ, ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഈശ്വരൻ ഞാനെന്നുള്ള അഹങ്കാരം ഉപേക്ഷിച്ച്, എൻ്റെ കഴിവുകൊണ്ടാണെന്നുള്ള ചിന്ത ഉപേക്ഷിച്ച് ആ ഈശ്വരനെ സമർപ്പിച്ച് ചെയ്യുക. അപ്പോൾ ആ ഈശ്വരൻ അല്ലെ ആ പ്രപഞ്ചബോധം ഒരു വഴി കാണിച്ചു തരും. ഏതിനും പരിഹാരം ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഈശ്വരനെ അറിയാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മാതാപിതാക്കളോടുള്ള സ്നേഹം, നിങ്ങളുടെ സ്നേഹം അവർക്ക് കൊടുക്കണം. നിങ്ങൾ അവർക്ക് പൈസ മാസം മാസം കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. നിങ്ങൾ അവർക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അവരവർ പല പല കാര്യങ്ങൾ ചെയ്യാനുള്ള പൈസ കൊടുക്കണം. അതോടൊപ്പം നിങ്ങൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം അവർ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ നൽകിയ സ്നേഹം അത് തിരിച്ചു കൊടുക്കണം. നിങ്ങൾ കടക്കാരനല്ലെങ്കിൽ നിങ്ങളതിൽ എത്ര പുണ്യങ്ങൾ ചെയ്തു, എത്ര സൽപ്രവൃത്തി ചെയ്തു, ലോകം മുഴുവൻ ചാരിറ്റി ചെയ്തിട്ട് മരിച്ചു പോയാലും മാതാപിതാക്കളോടുള്ള കടം വീട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, എത്ര പുണ്യം ചെയ്താലും. കാരണം മാതാപിതാക്കൾ നമ്മളെ ചെറുപ്പത്തിൽ അവർ സ്നേഹം തന്നിട്ടുണ്ട്. ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മളുടെ ഔദാര്യമല്ല, അതാ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്, നമ്മളുടെ ബാധ്യതയാണ്. അത് കൊടുത്തു തീർക്കേണ്ടത് തന്നെയാണ്. അല്ലാതെ എത്ര വിദ്യകൾ പഠിച്ചാലും എത്ര ഒരു ആത്മവിദ്യയിലേക്ക് പോയാലും എന്തൊക്കെ അറിഞ്ഞാലും കറങ്ങിത്തിരിഞ്ഞ് അവസാനം വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരും. പറഞ്ഞ മനസ്സിലായോ? എങ്ങനെയാണെങ്കിലും പിന്നെ ഈ ജീവിത ദുരിതത്തിലേക്ക് വരും, അല്ലെ പല പ്രതിസന്ധികളിലൂടെ ജീവിതം വീണ്ടും കടന്നു പോകും. എത്ര ജന്മങ്ങളെടുത്താലും ഈശ്വരനെ അറിയാൻ ബുദ്ധിമുട്ട് വരും. ശരിയായ ഈശ്വരനെ അറിഞ്ഞെന്ന് ഭാവിക്കാം, അറിയാൻ ബുദ്ധിമുട്ട് വരും. മാതാപിതാക്കളോടുള്ള കടം അത് വീട്ടിൽ തന്നെ വേണം. അതിന് വേറെ ഒരു ദേവാലയങ്ങളിലോ ഒരു പൂജകളോ ഒരു പ്രാർത്ഥനകളോ അതിന് പരിഹാരമല്ല. അത് അവരെ സ്നേഹിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അവരുടെ മനസ്സ് നിറയുക. അതാണ് മാതാപിതാക്കളോടുള്ള കടം. അത് തീർച്ചയായിട്ടും അത് ഈശ്വരനെ ശരിയായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്യുക തന്നെ വേണം. അവർ നിങ്ങളോട് എന്ത് ചെയ്തു എന്ന് കണക്ക് കൂട്ടണ്ട. ചിലപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഭാര്യ അല്ലെ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞ് കുറേ മാതാപിതാക്കൾ അങ്ങനെ ഇങ്ങനെ അവരിപ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, മറ്റേ മക്കളോടാ സ്നേഹം, ഇതൊക്കെ ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കാണും. പക്ഷേ അതെല്ലാം മനസ്സിൽ നിന്ന് വിടുക. അവർ നിങ്ങളെ ചെറുപ്പത്തിൽ നൽകിയ സ്നേഹം, നിങ്ങളാക്കാൻ വേണ്ടി അവർ നൽകിയ സ്നേഹവും കരുതലും അത് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്തേ പറ്റൂ. ആ കടം വീട്ടിയില്ലെങ്കിൽ അത് നാളെ ഒരിക്കൽ നിങ്ങൾക്കത് ബാധ്യതയായിട്ട് വരും. അത് എത്രയൊക്കെ ജീവിതത്തിൽ എത്ര വലിയ ഹൈ പൊസിഷനിൽ ഇരുന്നാൽ, നിങ്ങൾ കഴുകനെപ്പോലെ ഉയർന്നു പറഞ്ഞാലും നിങ്ങൾ ഒരു നാൾ താഴെ ഇറങ്ങുക തന്നെ ചെയ്യും. ഒരു നാൾ നിങ്ങൾ അതിന് മറുപടി ഈശ്വരൻ്റെ മുന്നിൽ കൊടുക്കുക തന്നെ വേണം. അപ്പം മാതാപിതാക്കളോടുള്ള സ്നേഹവും കരുതലും തിരിച്ചു കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അത് ജന്മാനുജന്മങ്ങളിലേക്ക് നീണ്ട് നമ്മളത് കൊടുക്കേണ്ടതായിട്ട് വരും. അവരെ പരിപാലിക്കേണ്ടതായി നിങ്ങൾ അതിൻ്റെ ഒരു കർമ്മഫലം ഒരു നിങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും. ഇനി കർമ്മഫലം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോ. നിങ്ങളോടിപ്പോൾ ഒരാൾ വഴി ചോദിക്കുന്ന ഒരാൾ, നിങ്ങൾ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് അയാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ നാളെ ഒരിക്കൽ നിങ്ങൾ അറിയാൻ വയ്യാത്ത ഒരു സ്ഥലത്ത് നിന്ന് വഴി തപ്പുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാകും. നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ എഫക്റ്റാണ്. ഇനി നിങ്ങൾ ഒരാളെ വഴി തെറ്റിച്ച് വിടുന്നില്ല, വഴി പറഞ്ഞു കൊടുക്കുന്നില്ല, നിങ്ങളെ ഇതേപോലെ ഒരാൾ വട്ടം കറക്കും, സംശയം വേണ്ട. അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നോട് ആരും വഴി ചോദിച്ചാലും ഞാൻ കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുക്കും എന്ന് മാത്രമല്ല, വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പം ഞാൻ എറണാകുളത്ത് ഒരിടത്ത് ചെന്നപ്പം വേറൊരു ആവശ്യത്തിന് ചെന്നപ്പോൾ എനിക്ക് വഴി അറിയാതെ അവിടെ നിന്നപ്പം ഒരു ഓട്ടോക്കാരൻ, ഞാൻ വഴി ചോദിച്ചതേ ഉള്ളൂ, പുള്ളി ഓട്ടോയെ കൊണ്ട് പൈസ ഒന്നും മേടിച്ചിട്ടല്ല കേട്ടോ, വഴി കാണിച്ച് അവിടെ കൊണ്ടാക്കി. അയാൾക്ക് വല്ല ആവശ്യമുണ്ടോ അതിൻ്റെ? പക്ഷേ എന്തുകൊണ്ടാണ്? അത് കർമ്മമാണ്. ഞാൻ അതുപോലെ പലർക്കും പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തിരിച്ചു കിട്ടിയെന്നുള്ളതുള്ളൂ.
അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സംഭവിക്കും. അതാണ് കർമ്മം എന്ന് പറയുന്നത്. ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ഒരാൾക്കൊരു സഹായം ചെയ്യുന്നു, നിങ്ങളെ വേറൊരാൾ സഹായിക്കും ഒരാപത്തി, പരീക്ഷിച്ച് നോക്കിക്കും. അത് ചെയ്യുന്ന ആത്മാർത്ഥമായിട്ടായിരിക്കണം. മനസ്സില്ലാ മനസ്സോടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത് ചെയ്യാത്ത പോലെ തന്നെയാണ്, അത് മനസ്സിലാക്കണം കേട്ടോ. അതൊരു പ്രാർത്ഥനയാണേലും ഒരു സത്പ്രവൃത്തിയാണേലും ഒരു വഴിപാടാണേലും മനസ്സില്ലാ മനസ്സോടെ ചെയ്യാത്ത പോലെ തന്നെയാണ്. അതിന് വലിയ ഫലമൊന്നും വരത്തില്ല. മനസ്സോടുകൂടി ചെയ്യണം, അപ്പോഴാണത് നമ്മൾ ചെയ്യുന്നതാകുന്നത്. അപ്പം അത് മനസ്സിലാക്കുക, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. പിന്നെ ഒരു കാര്യം, നമ്മൾ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് ചെയ്യാൻ പറ്റും. ചിലർ ചോദിക്കത്തില്ല നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കത്തില്ല. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. മറ്റുള്ളവരോട് സാധിക്കുന്ന പോലെ ക്ഷമിക്കുക. പറ്റുമെങ്കിൽ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ക്രമേണ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റും. അങ്ങനെ ക്ഷമിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, നിങ്ങൾ ഈശ്വരനെ അറിയുമെന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ വായിച്ചുള്ള അറിവല്ല, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞുള്ള അറിവല്ല. സ്വയം നിങ്ങൾ ആ ഈശ്വരൻ എന്നാന്ന് നിങ്ങൾക്ക് ഉള്ളിൽ നിങ്ങൾക്ക് അതൊരു അനുഭവമാകും. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല ആരോടും. നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരൻ അറിവായി, വെളിച്ചമായി, വാക്കായി, ബോധമായി എല്ലാം നിങ്ങളിൽ ഈശ്വരൻ പ്രകാശിക്കും. അത് ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇന്നതാണ്. നിങ്ങൾക്ക് ആ ഈശ്വര ബോധം ഉണ്ടായി വരും. തെറ്റുകൾ ചെയ്യാത്ത ആളുകളില്ല. നമ്മൾ അവരോട് ക്ഷമിക്കാൻ പഠിക്കുകയാണെങ്കിൽ, മനുഷ്യന് ആ സ്വാഭാവികമായിട്ട് ദേഷ്യം ഉണ്ടാകും. എങ്കിലും നമ്മൾ പറ്റുന്ന അത്രയും കുറേശ്ശെ ആദ്യം നമുക്കതിലേക്ക് പെട്ടെന്നൊന്നും നമുക്ക് നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല. പതുക്കെ നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ക്ഷമിക്കാൻ തുടങ്ങി. അങ്ങനെ അത് കൂടുതൽ ആയിക്കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് എന്നൊക്കെ നമ്മളിപ്പം ആളുകൾ കളിയാക്കിയാലും അല്ലെ പറഞ്ഞാലും നമ്മൾ അവരോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്ഥിതിയിലേക്ക് വന്നാൽ അത് ഈശ്വരീയമാണ്, അത് ഡിവൈൻ. അപ്പോഴാണ് നിങ്ങൾ ഡിവൈൻ എനർജി ആകുന്നത്. ശരിക്കും അപ്പോഴാണ് ഡിവൈൻ എനർജി ആകുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ അറിയുന്നത്. അപ്പം ഞാനീ പറഞ്ഞ 3-4 കാര്യങ്ങൾ ഈശ്വരനിലേക്കുള്ള വഴിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പാലിക്കുന്ന ചില കാര്യങ്ങളും ഞാൻ കടന്നു വന്ന വഴികളും ഞാൻ അനുഭവിക്കുന്ന ചില കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം.